ഇത് ഞങ്ങളുടെ വാക്വം ഡ്രയറിൽ ഡീഹൈഡ്രേറ്റ് ചെയ്ത പൈനാപ്പിളാണ്. ഇതിപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്തതാണ്. ഏകദേശം ഒരു 10 മണിക്കൂറോളം ഡീഹൈഡ്രേറ്റ് ചെയ്തു. അത് നമ്മൾ ഇപ്പോൾ ഒരു ഗ്ലാസ്സിലിടുകയാണ്. ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കുന്നു. ആ വെള്ളത്തിൽ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ അത് നമ്മൾ എങ്ങനെയാണോ ഫ്രഷായിട്ട് ഇട്ട അതേ രീതിയിൽ തിരിച്ചു വരുന്ന ഒരു ഇതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞ് ഇതിൽ നിന്ന് നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ തന്നെ ഇത് തിരിച്ചു വരുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ചക്ക ഉണങ്ങി ഇവിടെ നിൽപ്പുണ്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം ബനാന നമ്മൾ ഡ്രയറിൽ ഉണങ്ങിയിരിക്കുന്നതാണ്. നല്ല രീതിയിൽ ബനാന നമ്മൾ ഉണങ്ങിയിട്ടുണ്ട്. ഇതത് യാതൊരുവിധ ഫ്ലേവറോ മറ്റോ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഒരു ബനാന രണ്ടാക്കി നമ്മൾ ഉണങ്ങി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിപ്പം ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അത് എടുത്തിരിക്കുകയാണ്, വെള്ളത്തിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. യാതൊരു വെള്ളത്തിൻ്റെ അകത്ത് അതിൻ്റെ കളറ് വരികയോ അങ്ങനെ ഒന്നും അതിൻ്റെ അകത്തില്ല. നാച്ചുറലായിട്ട് പഴയ രീതിയിൽ തന്നെ നമ്മളെങ്ങനെ വെച്ചോ പൈനാപ്പിൾ ആദ്യം എങ്ങനെ വെച്ചോ ആ രീതിയിൽ തിരിച്ചു വന്നിരിക്കുന്നു. അതുപോലെ ഇപ്പം നമ്മൾ കുറച്ച് ചക്കച്ചുള ജാക്ക് ഫ്രൂട്ട് ഉണങ്ങിയതാണ്. അത് പച്ച ചക്ക ഉണങ്ങിയതാണ്. ഇത് കുരുവോട് കൂടി നമ്മൾ ഉണങ്ങിയതാണ്. അതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ കുരു നീക്കേണ്ടതുണ്ട്. ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുരു എടുത്ത് നമുക്ക് നീക്കി നമുക്ക് നമ്മുടെ പഴയ രീതിയിൽ എങ്ങനെയാണോ നമ്മൾ പച്ചച്ചക്ക വേവിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അത് വറക്കാൻ പറ്റാം, നമുക്ക് വേവിക്കാൻ പറ്റാം. ഇതിൻ്റെ അകത്ത് പാട നീക്കി കുരു നീക്കി നമുക്ക് നമ്മൾ പച്ചച്ചക്ക എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് ആ രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതാണിപ്പം കാണുന്നത്. ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ഇതെടുക്കാൻ പറ്റും. ആ ചക്കച്ചുളയിലെ ആ ഇഴാക്കലും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ ഫ്രഷായിട്ട് തന്നെ നമുക്കത് അനുഭവിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചക്ക സീസൺ സമയത്ത് നമ്മൾ ചക്ക സ്റ്റോക്ക് ചെയ്ത് ഇതുപോലെ ചെയ്താൽ നമുക്ക് വിദേശത്തുള്ള നമ്മുടെ മക്കൾക്കോ അതുപോലുള്ളവർക്കും നമുക്കിത് കൊടുക്കാം. അതുപോലെ ഇത് നല്ലൊരു ബിസിനസ് സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റാണ്. യാതൊരുവിധ ഫ്ലേവറോ ഒന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിന് നമുക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാലങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. സീസൺ സമയത്ത് ഇത് സ്റ്റോക്ക് ചെയ്യുക. എന്നിട്ട് ഓഫ് സീസൺ സമയത്ത് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. വെള്ളത്തിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. യാതൊരുവിധ കളറോ കാര്യങ്ങളോ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഇത് നല്ല സ്റ്റിക്കായിട്ടുള്ളതാണ്. നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്തതാണ് ഈ കാണിക്കുന്നത്. അത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് നമ്മൾ എടുത്തതാണ്. നല്ല രീതിയിൽ ഡീഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ട് നല്ല സ്റ്റിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിത് എത്ര കാലം വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. അത് നമ്മൾ തിരിച്ച് ഡീഹൈഡ്രേറ്റിൽ നിന്നും തിരിച്ച് പഴയ രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അത് വളരെ നേർത്ത ഇതിലായി ഇത് നല്ല ഹാർഡായിട്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വേവിച്ച ചക്ക വേവിച്ചതാണ് നമ്മളിപ്പം വൈകിട്ട് കഴിക്കുന്നത്. വൈകിട്ടത്തെ ആഹാരമാണ് നമ്മുടെ ഇത്. മുളക് പൊട്ടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഫുഡാണ്. ഇന്നത്തെ നമ്മുടെ ഡിന്നർ ഇതാണ്. നമ്മൾ ഇന്ന് രാവിലെ പറിച്ച ചക്ക പോലെ തന്നെയാണ് ഡീഹൈഡ്രേറ്റ് ചെയ്ത ചക്ക ഇന്ന് നമ്മൾ കഴിക്കുന്നത്. മറ്റൊരു പ്രൊഡക്റ്റാണ് ചക്ക. പണ്ട് നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞുകൊണ്ടിരുന്ന അതിൻ്റെ പുറം ഭാഗമാണിത്. ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് പൗഡറാക്കിയാൽ നല്ല ഹെൽത്തി ഫുഡാണ്. ഇത് നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ പുട്ടുണ്ടാക്കുമ്പോഴോ നമുക്ക് 2 കപ്പ് 3 കപ്പ് ഉപയോഗിച്ച് നമുക്ക് ആഹാരം ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും.